യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. എൻ്റെ പേര് ഷിജി ബ്ലസൻ. ഞങ്ങൾ 2019 ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ഹസ്ബൻഡ് കിട്ടിയ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. എൻ്റെ ഹസ്ബൻ്റെ പേര് ബ്ലസൻ. 2024 ഓഗസ്റ്റിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു വയറുവേദനയെ തുടർന്ന് ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ പാൻക്രിയാറ്റിസ്, അതായത് ബൾക്കി പാൻക്രിയാസ് എന്ന് പറഞ്ഞു. അത് ബൾക്കി ഇപ്പം പൊട്ടാൻ തയ്യാറായി നിൽക്കുന്ന രീതിയിലുള്ളൊരു പാൻക്രിയാസ്. മറ്റ് അവയവങ്ങളാണെങ്കിൽ അത് മാറ്റി വെക്കാം, പക്ഷേ പാൻക്രിയാസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ ലൈഫ് ത്രെട്ടനിങ് ഡിസീസ് എന്നാണ് കാണിച്ച. ഏത് സമയത്തും എന്ത് സംഭവിക്കാവുന്നു. ഞങ്ങൾ പെട്ടെന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ കാശ് രൂപവും തൈലവും പുരട്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ സ്കാൻ റിസൾട്ടുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പെട്ടെന്ന് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അഡ്മിറ്റ് ആവാൻ അപ്പം 24 hours മുന്നേ ഉള്ള റിസൾട്ട് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തപ്പം 3 ഇരട്ടി ഹൈ ആണ് എല്ലാ വാല്യൂസ് കാണിക്കുന്നത്. അപ്പം അഡ്മിറ്റ് ആവാൻ പറഞ്ഞത് റിസൾട്ടുമായി ചെന്നപ്പം 24 hours കഴിഞ്ഞത് കാരണം വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഒരുപാട് പേരോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. എല്ലാത്തിനും ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ പകുതിയായിട്ട് കുറഞ്ഞു. ഇപ്പം ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആവേണ്ട, വീട്ടിൽ IV ഫ്ലൂയിഡ് ഇട്ട് 2 ദിവസം ഒന്നും കഴിക്കാതെ IV ഫ്ലൂയിഡ്സിൽ മാത്രം ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ 2 ദിവസം അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം എല്ലാം നോർമലായിട്ട് ദൈവം അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നു. ഡോക്ടർ പോലും പറഞ്ഞു ഫസ്റ്റ് ടൈം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് നോർമൽ ഒരു റിസൾട്ട് കാണുന്നതെന്ന് ഡോക്ടർ പോലും സാക്ഷിപ്പെട്ടു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ടും പക്ഷേ ഹസ്ബൻഡിൻ്റെ വയറുവേദന പൂർണ്ണമായി മാറുന്നില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞു CT സ്കാൻ ചെയ്യാൻ. CT സ്കാൻ ചെയ്തപ്പോൾ പാൻക്രിയാസ് നോർമൽ പാൻക്രിയാസ് കാണിക്കുന്നു, പക്ഷേ പ്രോസ്റ്റേറ്റിസിന് വീണ്ടും കംപ്ലൈൻറ്റ്. അപ്പോൾ അതും വീണ്ടും അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തപ്പം അതും എല്ലാം നോർമൽ, പ്രായത്തിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളേ ഉള്ളൂ, മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ വയറുവേദനയ്ക്ക് ഒരു കുറവുമില്ല. വീണ്ടും ഡോക്ടർ പറഞ്ഞെങ്കിൽ എൻഡോസ്കോപ്പി ആൻഡ് കൊളോണോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു. അതിൽ അപ്പോൾ ഞാൻ അമ്മ ഈ സമയത്തെല്ലാം ഞങ്ങൾ ഈ കാശ് രൂപവും തൈലവും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഡോക്ടർ പറഞ്ഞു വേദന കൂടുന്ന സമയത്ത് പെയിൻ കില്ലർ കഴിക്കും, പക്ഷേ ഞങ്ങൾ പെയിൻ കില്ലർ ഒന്നും കഴിച്ചിട്ടില്ല. ഉപ്പും തൈലവും കാശ് രൂപം വെച്ച് വയറ് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ CT സ്കാൻ കഴിഞ്ഞ് അതിന് എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പിയിൽ യൂസോഫാഗൈറ്റിസ് എന്ന് കാണിച്ചു. അത് ഷുഗർ കൂടുതലായത് കാരണം ഇൻഫെക്ഷൻ ആയതാണ്, ഫംഗൽ. അതാണ് ഞാൻ അമ്മ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചു, ദൈവമേ യഥാർത്ഥ രോഗം കണ്ടുപിടിച്ച് അതിന് ചികിത്സിക്കാൻ കഴിഞ്ഞു, പക്ഷേ മാരക രോഗങ്ങളൊന്നും ആയിരിക്കരുത് എന്ന്. അതുപോലെ തന്നെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിരുന്നു. അതിന് മരുന്ന് കഴിച്ചപ്പോൾ പൂർണ്ണമായി സൗഖ്യം തന്നു. പക്ഷേങ്കിൽ ചെറുതായിട്ട് വീണ്ടും വയറുവേദന. ഞങ്ങൾ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഇപ്പോൾ എല്ലാം നോർമൽ റിസൾട്ട് ദൈവം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുവൈറ്റിലും പിന്നെ കൃപാസന പ്രാർത്ഥന ടീമുണ്ട്, അതിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. കൃപാസന ഉടമ്പടി റാലി അവിടെ ഉണ്ടായിരുന്നു, അതിലും ഞങ്ങൾ പങ്കെടുത്തു. പറ്റുമ്പോഴൊക്കെയും ഞങ്ങൾ അതിലൊക്കെയും പങ്കെടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങൾ സമയമനുസരിച്ച് കൂടാറുണ്ട്. ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. ഞങ്ങളോട് അറിയാവുന്നവരോടൊക്കെ ഞങ്ങൾ കൃപാസന അമ്മയെപ്പറ്റി പറയാറുണ്ട്. ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ കിട്ടുന്ന സാലറിയിൽ നിന്ന് 1% മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ആവശ്യമുള്ള എല്ലാവർക്കും ഞങ്ങളെ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ മാതാവും തിരുക്കുമാരനും ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ട് ഇവിടെ പറയാൻ നിന്ന് ഒരുപാടുണ്ട്. അതുപോലെയുണ്ട് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങളെ ദൈവമാതാവും ഞങ്ങളെ ഉയർത്തി അമ്മ മാതാവും ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ സഹായിച്ചു. ഇതിനെല്ലാം കർത്താവിനും ഇതിനും കോടാനുകോടി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. എന്നും അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായ എൻ്റെ കുടുംബത്തിനെ ഉയർത്തണമേ എന്ന് യാചിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു.